അതായത് നമ്മുടെ ഈ തറവാടിനെ കുറിച്ചൊന്ന് പറയണം. നോക്കൂ, നമ്മുടെ തറവാടൊന്ന് വലുതാക്കി കാണിക്കാമെന്ന് തോന്നുന്നു. നമ്മുടെ റിപ്പോർട്ടർ തറവാട്, നമ്മൾ ഓണം ആഘോഷിക്കാനായി നമ്മുടെ തറവാട് അങ്ങ് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ അത്തം ദിവസം തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് തുമ്പപ്പൂ കൊണ്ടുവരണം. നമ്മുടെ അജി പുഷ്കർ തുമ്പപ്പൂ പറിക്കാൻ പോയിട്ടേ ഉള്ളൂ. തുമ്പപ്പൂ ആണ് ഇന്ന് അത്തം ദിവസത്തിൽ പൂക്കളം ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നാളെ ആകുമ്പോഴേക്കും ചിത്രയാകുമ്പോൾ തുളസി കൂടി ഉപയോഗിക്കും. അങ്ങനെ ഈ പൂക്കളം ഒരുക്കുന്നതിനുമൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ തറവാടൊക്കെ പ്രേക്ഷകരൊന്ന് കണ്ടോളൂ. ഞാൻ നമ്മുടെ അല്ലമീനെയും കൂടി ഒന്ന് വിളിക്കാം. അല്ലമീൻ തൊട്ടുമോ, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ തറവാട്ടിൽ ഓണം ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവിടെ എന്തായി കാര്യങ്ങൾ? അത്തച്ചമയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലേബിയും അഞ്ജലിയും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അല്ലമീൻ എവിടെയാണ്? അവരുടെ തൊട്ടടുത്തേനുണ്ട്. ലേബി ചേച്ചിയുടെയും അതുപോലെ തന്നെ അഞ്ജലിയുടെയും തൊട്ടടുത്തുണ്ട്. സുജ, ഫുൾ സെറ്റാണ്. ഓണം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയിലെ ഈ അത്തച്ചമയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഓണാഘോഷങ്ങളുടെ ഒരു ഔദ്യോഗിക കിക്ക് ഓഫ് ആയിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം ഇവിടെ നിന്ന് തുടങ്ങുന്ന വിസിലാണ്, സൈറനാണ് കേരളം മുഴുവൻ ഇനിയുള്ള ദിവസങ്ങളിൽ ആഘോഷത്തിമിർപ്പായി മാറാൻ പോകുന്നത്. അതിനൊരു ഔദ്യോഗിക തുടക്കം തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഒരു പ്രാദേശിക ആഘോഷമായിട്ടൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് കേരളത്തിൻ്റെ ഒന്നാകെ ആഘോഷമായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടു, കുറേ പുലികളൊക്കെ അവിടെ വയറൊക്കെ കുലുക്കി വേഷമൊക്കെ കെട്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പടയണിയൊക്കെ തയ്യാറാവുകയാണ്. ഓതറ പടയണി ടീമാണ് ഇന്നിവിടെ പടയണി അവതരിപ്പിക്കുന്നതിന് എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ അവരുടെ സംവിധാനങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ട് അവരും മുന്നോട്ട് പോകുന്നുണ്ട്. വഞ്ചിപ്പാട്ടൊക്കെ പാടി വളരെ ആഘോഷപൂർവ്വം തന്നെ അവരുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ചേട്ടാ, എന്തായി ഒരുക്കങ്ങളും ക്രമീകരണങ്ങളൊക്കെ ഇതുവരെ? പൂർത്തിയായി. കുഴപ്പമില്ല, നല്ല അന്തരീക്ഷമാണ്. കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. മഴയ്ക്കോടെ പ്രോഗ്രാം അലങ്കോലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥലമില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നോ അതോ? നമ്മൾ 6-7 വർഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മളന്ന് കോവിഡ് വന്ന സമയത്ത് അന്ന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം നമുക്ക് കുറേ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചുപോയി ആ ഉരുൾപൊട്ടലിൽ. അപ്പോൾ ഇപ്രാവശ്യം സർക്കാർ തന്നെ പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇത് ആഘോഷമായതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് വിഷമത്തോടു കൂടി നമ്മളത് ചെയ്യുന്നു. വഞ്ചിപ്പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും രണ്ടുപേരും കൂടെ നടക്കത്തില്ല. അല്ല, അവരും നടക്കില്ല. ഇങ്ങനെ ഒരു വഞ്ചിപ്പാട്ട് 4 ശരിട്ട് കൊടുക്കാം. വഞ്ചിപ്പാട്ടിലേക്ക് പത്മനാഭമുകുന്ദമുരാന്തക നാരായണ നിന്നെ കാണുമാറാകേണ പച്ചക്കല്ലാതിരുമേനിയും നിന്റെ പിച്ചകളികളും കാണുമാറാകേണ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പല വിഭാഗങ്ങൾ, അതായത് 57 കലാരൂപങ്ങളാണ്. കേരളത്തിൻ്റെ വിവിധ തരത്തിലുള്ള 57 കലാരൂപങ്ങളാണ് ഇന്ന് ഈ അത്തച്ചമയത്തിൽ അണിനിരക്കുന്നത്. ഒപ്പം 15 വിവിധ ഫ്ലോട്ടുകളും അണിനിരക്കുന്നുണ്ട്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഒരു ഘോഷയാത്രയ്ക്ക് തന്നെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു അനിശ്ചിതത്വം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. റീബിൽഡ് വയനാടുമായി ബന്ധപ്പെട്ട വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷം വേണ്ടതില്ല എന്നൊക്കെ ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു. പക്ഷേ തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് സുജയ, നമുക്കറിയാം, അവരുടെ ജീവവായു പോലെയാണ് ഈ ഘോഷയാത്ര എന്നുള്ളത്, അത്തച്ചമയ ഘോഷയാത്ര എന്നുള്ളത്. അതില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോഴത് തൃപ്പൂണിത്തുറക്കാരുടെ മാത്രം ആഘോഷമോ അവരുടെ മാത്രം ഒരു പ്രോപ്പർട്ടിയോ അല്ല ഈ ഘോഷയാത്രയും ഈ അത്തച്ചമയ ആഘോഷവും ഒക്കെ എന്നുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് അല്ലമീൻ, കഴിഞ്ഞ ഓണത്തിന് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തെ ഓണം നമുക്ക് കുറച്ചും കൂടി പരിചിതമാണ്. തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ലൈറ്റ് കാണാൻ ഇറങ്ങുന്നു. അങ്ങനെ ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചം, അതോടൊപ്പം തന്നെ പൂക്കൾ വാങ്ങാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഓണം തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടേക്ക് വന്നതിന് ശേഷം അല്ലമീൻ്റെ ആദ്യത്തെ ഓണമല്ലേ? ആദ്യത്തെ ഓണമാണ് എന്ന് മാത്രമല്ല ഈ അത്തച്ചമയത്തിനും ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതും. ഇന്നലെ ലേബി ചേച്ചി ഇന്നിവിടെ വരണം, ഓണം ആഘോഷം നമുക്ക് കളറാക്കണമെന്നൊക്കെ പറഞ്ഞ് രാവിലെ മുണ്ടക്കുടിപ്പിച്ച് ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ ലേബി ചേച്ചി സംബന്ധിച്ച് അറിയാം, ഈ നേരത്തെ നമ്മൾ പറയുമായിരുന്നു, തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് എത്ര പ്രായമുണ്ടോ അതേ പ്രായം ലേബി ചേച്ചിക്ക് ഉണ്ടാകുക. രാജാവിൻ്റെ കാലത്തെ ഓണാഘോഷവും അതുപോലെ ഇപ്പോഴത്തെ കാലത്തെ ഓണാഘോഷവും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. പാവം ലേബി ചേച്ചി. അല്ല, ലേബി ചേച്ചി രാവിലെ ഇവിടെ വന്നപ്പോൾ, കാരണം ലേബി ചേച്ചി പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, പല ചാനലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്.
നമ്മൾ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചാനലിലെ ക്യാമറാമാൻ വന്നിട്ട് ചോദിക്കുകയാണ്, ലേബി ചേച്ചി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ ചേച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം, നമ്മളൊരു ഏതാണ്ട് 20 വർഷമായിട്ട് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ലേബി ചേച്ചി പറഞ്ഞു. അപ്പോൾ പുള്ളി തിരുത്തി 20 അല്ല 10-30 വർഷം ആവാൻ പോകണം, നിങ്ങൾ 20 എന്ന് പറഞ്ഞാൽ പ്രായം കുറയ്ക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് പ്രായം പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കേണ്ട. മറ്റൊരു പെർഫോമൻസ് അലമീൻ നല്ലൊരു പുലി നിൽപ്പുണ്ട് അലമീൻ്റെ അടുത്ത്. നമുക്ക് ആ പുലിയിലേക്ക് വരാം, നമുക്ക് ലേബിയിലേക്ക് കൂടി ഒന്ന് പോകാം. ലേബി ഇതാ ഇവിടെ ഒരു തർക്കം നടക്കുകയാണ്. അതായത് ഈ അത്തച്ചമയം രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയ അന്ന് തൊട്ട് ഇത് ലേബി സജീന്ദ്രൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അലമീൻ ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാനതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. എത്ര കൊല്ലമായി ഈ അത്തച്ചമയം കാണാൻ തുടങ്ങിയിട്ട് കൃത്യമായി? ചോദ്യം കേട്ടു, അതിന് മറുപടി പറയാൻ വന്നതാ. ശരിക്കും എൻ്റെ ക്യാമറാമാൻ ഇവിടെ മറ്റ് ദൃശ്യങ്ങൾ എടുക്കാൻ പോയി. ശരിക്കും എനിക്ക് തോന്നുന്നു 2001 മുതൽ ഞാൻ അത്തച്ചമയം കുറയ്ക്കാൻ പാടില്ല. അമീൻ പറയുന്നു ഞാൻ കുറയ്ക്കാന്ന്. ഏതായാലും അന്ന് മുതൽ ഇന്നോളം സുജയ് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകത, അമീനോടും പറയാം, പ്രത്യേകത നമ്മൾ മടുക്കുകയില്ല. ഒന്നും സാധാരണഗതിയിൽ നമ്മളൊരു കലാരൂപമൊക്കെ കണ്ട് തൊട്ടടുത്ത വർഷം വരുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ഇത് അങ്ങനെയില്ല. എന്നാൽ വെറൈറ്റി ആണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും പിറ്റേ വർഷം കാണാനില്ല. പക്ഷെ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളും അതിൻ്റെ ഒരു രീതിയും ഒക്കെ നമ്മളെ എന്നും ആകർഷിക്കുന്നതാണ്. ഒട്ടും മടുപ്പില്ല. അതുകൊണ്ട് എങ്ങനെ മടുക്കും ചേച്ചി, എങ്ങനെ മടുക്കും സുജയ്? അതേ കണ്ടോ, ഒരു പുലിയല്ല, ഇതൊരു 1.5 2-3 പുലിക്കുള്ള വകുപ്പുണ്ട്. ചേട്ടാ എന്താ പേര്? രാഹുൽ. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ. എല്ലാ പുലികളിലേക്കും വേഷം കെട്ടിറങ്ങാറുണ്ട്. എല്ലാ കൊല്ലം ഇറങ്ങാറുണ്ട്. ഇത് പുലി ആവാൻ വേണ്ടി രൂപീകരിച്ചതാണോ അതോ ഇങ്ങനെ ആയതുകൊണ്ട് പുലി ആയതാണോ? അങ്ങനെയല്ല, ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിലേക്കൊരു ഇൻട്രസ്റ്റും വന്നു. പിന്നെ ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് അതിലേക്ക് വന്നങ്ങനെ. പുലികളിയും ബാക്കി ആഘോഷമൊക്കെ ഉണ്ട്. അതിന് മുമ്പ് 2 സ്റ്റെപ്പ് വയ്ക്കാൻ ഓക്കെയാണോ? ഓക്കെയാണ്. പിന്നെ ആയിക്കോട്ടെ, ഒരു സ്റ്റെപ്പ് കാണാം. ഈ ഒരു പുലിയുടെ സ്റ്റെപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം സുജയ. എന്നെയല്ല, ഈ പുലിയെ കാണിക്കാം. സ്റ്റെപ്പ് വരട്ടെന്ന് ഒരു ട്രെയിൻ ആയിക്കോട്ടെ. സ്റ്റെപ്പ് വെക്കണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ചേട്ടാ കൂടെ കുടിക്കോ? PCR ഒരു മ്യൂസിക് കൂടെ കൊടുക്കാം. വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ സ്റ്റെപ്പ് വെച്ച് ഓട്ടുന്നു. പുലിക്കൊരു മ്യൂസിക് കൊടുക്കാമായിരുന്നു, പക്ഷേ ചെണ്ടമേളവും വാദ്യക്കാരൊക്കെ വേറെ എവിടെ മാറി നിൽക്കുകയാണ് സുജയ. അവരൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മ്യൂസിക് കൂടെ കൊടുത്ത് കുറച്ചുകൂടി ഗംഭീരമാക്കാറുണ്ട്. ചേട്ടാ ചെണ്ടമേളമൊക്കെ എവിടെയാ? ചെണ്ടക്കാരനെ കാണാനില്ല. ചെണ്ട ഇല്ലാത്തതുകൊണ്ട് ഒരു ഗുമ്മില്ലാന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട്. നമുക്കൊരു ചെണ്ടക്കാരനെ പിടിക്കാം. ചെണ്ടമേളമൊക്കെ റെഡിയാക്കാൻ ഞാൻ നമ്മുടെ വിനീത വേണുവിനെ ഒന്ന് ഏൽപ്പിക്കട്ടെ. വിനീത വേണു ഒന്ന് ഉഷാറായിക്കേ, ഒന്ന് ചെണ്ടമേളമൊക്കെ വരട്ടെ. നമുക്കിതൊന്ന് കളറാക്കണ്ടേ ഓണം.